ശ്രീനന്ദയുടെ മരണം അപകടത്തിൽപ്പെട്ടാകാമെന്ന് വല്യച്ഛൻ ശശികുമാറും വ്യക്തമാക്കിയിട്ടുണ്ട്. കുട്ടി ഉയരത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നത് കണ്ട് തടഞ്ഞിരുന്നു. ഇവിടെ നിന്നും വീണാകാം അപകടം സംഭവിച്ചതെന്നും മറ്റു ദുരൂഹതകളില്ലെന്നുമാണ് ഇപ്പോൾ കരുതുന്നതെന്നും ശശികുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. ശ്രീനന്ദയുടെ വല്യച്ഛൻ ശശികുമാർ നമ്മളിപ്പോൾ ചേരുന്നുണ്ട്. ചേട്ടാ, ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നതാണല്ലോ ചേട്ടൻ? എന്തായിരുന്നു ആ സമയത്ത് അവസാനമായി ഉണ്ടായിരുന്ന ഒരു ഓർമ്മ? അവസാനമായി അത് തന്നെ 5:20 ആണ് ഞാൻ ആ ലൊക്കേഷനിൽ പാസ് ചെയ്യുന്നത്. താഴെ ഈ മറ്റേ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട്, വാട്ടർഫാൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വ്യൂ പോയിന്റിൽ ഇപ്പോൾ നമ്മൾ ബോഡി കിട്ടിയെന്ന് പറയുന്ന ആ ലൊക്കേഷനിലെ വ്യൂ പോയിന്റിൽ ഈ കുട്ടി ആ ബാരിക്കേഷന് പുറത്തിറങ്ങിയിട്ട് അവിടെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾ വഴക്ക് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചകത്ത് കയറ്റി. പിന്നെ അതിനുശേഷം ഈ കുട്ടി അവിടെ മറ്റുള്ളവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുക, ഇത് അവരുടെ കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ താഴെ മുകളിൽ വന്നപ്പോൾ ഈ കുട്ടിയെ കണ്ടില്ല. അപ്പോൾ ഇവരോടെ പോയി കാണുമെന്ന് വിചാരിച്ചു. അന്ന് ഞങ്ങൾ പാർക്കിങ്ങിൽ ഏരിയയിൽ വന്നു കഴിഞ്ഞപ്പോൾ കുട്ടി അവിടെ ഇല്ല. അപ്പോൾ ചോദിച്ചു പറഞ്ഞാൽ അവൾ മുമ്പേ പോയെന്ന് പറഞ്ഞതിൽ. പക്ഷെ അപ്പോൾ തൊട്ട് ഞങ്ങൾ ഒരുപാട് തിരഞ്ഞു, പക്ഷെ കണ്ടില്ല. അവിടെ പോവണ്ടെന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് പോയി ഒരു പക്ഷേ പോയിട്ടുണ്ടായിരിക്കാം എന്നാണ്. കാരണം മറ്റുള്ളവർ കയറിയപ്പോഴോ അല്ലേ ഞങ്ങൾ വരുന്നതിന് മുമ്പോ കിട്ടിയ ആ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ ഒരു പക്ഷേ കുട്ടി വീണ്ടും അവിടെ പോയിരിക്കും, അങ്ങനെ വിചാരിക്കുന്നു. കാരണം കുട്ടി അവിടെ നിന്ന് ഡെപ്ത് നോക്കുമായിരുന്നു, അവിടെ എത്തി വരേണ്ട ഡെപ്ത് നോക്കുമായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ കണ്ട് വഴക്ക് പറഞ്ഞ് കുട്ടി കയറ്റിയത്. പിന്നീട് അവിടെ പരിശോധിച്ചിരുന്നില്ല, തെരഞ്ഞെടുക്കണം. അവിടെ 2-3 തവണ പിന്നെ പരിശോധന നടത്തി. പക്ഷെ അത്രയും താഴത്തേക്ക് ആഴത്തിലുള്ള പരിശോധന നടന്നില്ലായിരുന്നു. പിന്നെ ഡ്രോൺ മുകളിൽ നിന്ന് അവർ താഴോട്ട് വിടുമ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും ലിമിറ്റേഷൻ വല്ലതും ഉണ്ടാവും. പിന്നെ ചിലപ്പോൾ പാറകളെ തട്ടി അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കും, അങ്ങനെ ഇത്രയും ഡെപ്തിൽ വീണമെന്ന് വിചാരിക്കും. പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമികമായിട്ട് ദുരൂഹതകളൊന്നും ഇല്ല എന്നാണ് കേൾക്കുന്നത്. പിന്നെ ബോഡി കിടന്ന പൊസിഷനും ഇതെല്ലാം നോക്കുമ്പോൾ വീഴ്ച തന്നെയാണ് മരണം, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്താണെങ്കിലും ഇതേക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. നിലവിൽ അപകടത്തിൽപ്പെട്ട് താഴേക്ക് വീണതാകാം മരണത്തിന് വഴിയൊരുക്കിയത് എന്നാണ് ശ്രീനന്ദയുടെ കുടുംബം ഇപ്പോൾ പ്രതികരിക്കുന്നത്. പ്രജിത് കോങ്ങാടിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.